എൻ്റെ നാട്ടിലെ ഉത്സവങ്ങൾ തീരുന്നില്ല ഗൈസ്. അങ്ങനെ ഇനി അടുത്ത ഉത്സവം മീനഭരണിയാണ്. ഞങ്ങൾ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ കുംഭഭരണി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മാസം മീനഭരണിയാണ്. അതിന് നമ്മുടെ വീടിനടുത്തു നിന്നെല്ലാം നമ്മളിങ്ങനെ കുതിരയും തേരും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പുല്ലംപ്ലാവിൽ യുവജന വേദിയുടെ കുതിരയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ചട്ടം കൂട്ടൽ നടത്തുന്ന ദിവസമാണ്. ചട്ടം കൂട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ദിവസം, ആദ്യത്തെ ദിവസം. അങ്ങനെ ഞങ്ങളിത് ചെയ്യുകയാണ്. കുറേ വർഷമായി ഞങ്ങളിത് തുടങ്ങിയിട്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ കുട്ടികൾക്ക് അവന്മാർക്ക് തന്നെ അറിയാം ഇതെങ്ങനെയാണ് ഫസ്റ്റത്തെ ദിവസം ഇത് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങളിന്ന് തിരുമേനിയൊന്നും വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പടക്കമൊക്കെ വാങ്ങിച്ചു. എല്ലാ പ്രാവശ്യവും പടക്കം പൊട്ടിക്കുന്നത് ഞങ്ങളുടെ പ്രദീപേട്ടനാണ്. പക്ഷേ പുള്ളി ഇന്നില്ലാത്തത് കാരണം ഇവന്മാരാണ് പൊട്ടിക്കുന്നത്. ഇവന്മാർക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചട്ടംകൂട്ടൽ രാവിലെ 10 മണിക്കാണ് ചടങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഉള്ള ആഘോഷരാവുകളാണ് ഗൈസ്. ഭയങ്കര രസമാണ് നമ്മുടെ ഈ കുതിരക്കെട്ട് ദിവസങ്ങളൊക്കെ. മീനഭരണി 21-ാം തീയതി ആണെങ്കിലും അത്രയും ദിവസം ഇവിടെ വോളി വൈബാണ് കേട്ടോ. കഞ്ഞിസദ്യയും പായസവും എല്ലാം ഉണ്ട്, വിളക്ക് തീരും ഒക്കെ ഉണ്ട്, നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇവന്മാർക്ക് പരീക്ഷയൊക്കെ ആണെങ്കിലും ഇവന്മാർ കുതിരയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും ഇറങ്ങും കേട്ടോ. അവരുടെ ഉത്സാഹം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, അത്രയും ദിവസം പോളി വൈബിലാണ് ഇവന്മാർ ഇവിടെ കാണും. ഇതിപ്പം നമ്മൾ കാണുമ്പോൾ ചാടൊക്കെ ഈസി ആയിട്ട് വെക്കുന്ന പോലെ തോന്നുമെങ്കിലും മേളിലോട്ടുള്ള കുതിരയെക്കെട്ട് ഇച്ചിരി ടാസ്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇവർ വൈകിട്ടും രാത്രിയിലും ഒക്കെ ഇരുന്നാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ടച്ച് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. കാരണം ഇവിടെ അത്രയ്ക്ക് രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.